ആട് 3യുടെ റിലീസിനോടനുബന്ധിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ സിനിമ ഈ ഒരു കാലഘട്ടത്തിലേക്ക് എങ്ങനെയായിരിക്കും ട്യൂൺ ചെയ്യാൻ പോകുന്നത്. എക്സാക്ട്ലി ദ സെയിം തിങ് ഹാപ്പൻ ടുഡേ ആൻഡ് ഐ എം റിയലി സർപ്രൈസ്ഡ്. വെൽക്കം ബാക്ക് ടു ജോട്ട് SPK. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ആട് 3 വൺ ലാസ്റ്റ് റൈഡ് പാർട്ട് 1 ഇന്ന് മാർച്ച് 19 റിലീസായിരിക്കുകയാണ്. ആദ്യം തന്നെ പറയാനുള്ളത്, ആദ്യത്തെ 2 പാർട്ടുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു വലിയ ഫ്രെയിമിലാണ് ഈ സിനിമ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് ഒരു ചെറിയ ഹിൻ്റൊക്കെ നമുക്ക് ട്രെയിലർ കിട്ടിയിരുന്നു. പക്ഷേ പടം കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പടത്തിനകത്ത് നല്ല രീതിയിൽ പൈസ ഇട്ടിട്ട് അവർ പണിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഔട്ട് നല്ല ഗംഭീരമായിട്ട് ഇട്ടിട്ടുണ്ട്. ടെക്നിക്കലി ആദ്യത്തെ 2 ഭാഗങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗംഭീര വർക്കാണ് ആട് 3. ആട് ഫ്രാഞ്ചൈസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഷാജി പാപ്പനിൽ തുടങ്ങാം. അവസാനിക്കുന്നത് ആരിലാണെന്നുള്ളത് ചെറിയൊരു സർപ്രൈസ് ആണ്. കാരണം ഈ സിനിമയിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തത് ഷാജി പാപ്പനല്ല, അബു അല്ല, ക്യാപ്റ്റൻ ക്ലീറ്റസ് അല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഡൂഡായിരിക്കുന്നു അല്ലേ? ഡൂഡും അല്ല. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തത് എൻ്റെ അഭിപ്രായത്തിൽ മറ്റൊരു പുള്ളിക്കാരിയാണ്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം. ഒരു ഇച്ചിരി സസ്പെൻസ് ഞാനും ബിൽഡ് ചെയ്യാം. ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈനർ എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതാണ് ആ സാധനം. പടം തുടങ്ങുന്നത് തൊട്ട് അവസാനം വരെ തോലകുത്തി മുറിഞ്ഞു ചിരിക്കാനുള്ള സാധനം ഈ പടത്തിനകത്തുണ്ട്. ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കയറുന്ന ആളുകൾ 1% പോലും ഡിസപ്പോയിന്റഡ് ആവില്ല എന്ന് 100% ഗ്യാരണ്ടി ഈ സിനിമയ്ക്ക് ഞാൻ വാക്ക് തരാം. നിങ്ങൾ കയറുവാണെങ്കിൽ തീർച്ചയായിട്ടും യു വിൽ ബി എന്റർടൈൻഡ്. സിനിമ കണ്ട് നല്ല ഹാപ്പി ആയിട്ട് മാത്രമേ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരുള്ളൂ, എൻ്റെ ഗ്യാരണ്ടി. ഇനി നമുക്ക് കുറച്ച് ഡീറ്റെയിൽസിലേക്ക് പോകാം. ആദ്യം ഞാൻ പറയാൻ പോകുന്ന പേര് അഖിൽ ജോർജ്, ദ സിനിമാറ്റോഗ്രാഫർ ഓഫ് ദിസ് ഫിലിം. ഈ സിനിമ ഒരു ഗ്രാൻഡ് ഫിലിമായിട്ട് നമുക്ക് തോന്നുന്നതിൻ്റെ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച ഒരു ടെക്നിക്കൽ ആസ്പെക്ട് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി തന്നെയാണ്. കാരണം ഒരു വലിയ ലാർജർ ഫ്രെയിമിൽ വരുന്ന സിനിമകൾക്ക് വേണ്ടുന്ന പലതരത്തിലുള്ള ഷോട്ടുകൾ ഈ സിനിമയിലുണ്ട്. അതൊക്കെ നല്ല വൃത്തിയായിട്ട് നല്ല നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. മറ്റൊരു ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ഏറ്റവും കൂടുതൽ കയ്യടി അർഹിക്കുന്ന ഒരു ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് VFX ഡിപ്പാർട്ട്മെന്റാണ്, CGI ഡിപ്പാർട്ട്മെന്റാണ്. നല്ല വൃത്തിയായിട്ട് ശരിക്കും ഒരു ടൈം ട്രാവൽ സംഭവമൊക്കെ ഈ സിനിമയ്ക്കകത്ത് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഞാൻ കൂടുതൽ സ്പോയിലേഴ്സ് തരുന്നില്ല. പക്ഷേ ഒരു പഴയ കാലഘട്ടം, പുതിയ കാലഘട്ടം, പിന്നെ വരാൻ പോകുന്നൊരു കാലഘട്ടം, ഇത് മൂന്നും നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ അതിൽ അത്യാവശ്യത്തിന് വേണ്ടുന്ന VFX നല്ല വൃത്തിയായിട്ട് ഗംഭീരമായിട്ട് തന്നെ ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്നത് ഈ സിനിമയിൽ ഏറ്റവും കിടിലനായിട്ടുള്ള ഇൻട്രോയെ പറ്റിയിട്ടാണ്. ഒരു ചെറിയ സ്പോയിലറാണ്. നിങ്ങൾക്ക് ആ സ്പോയിലർ വേണ്ട എന്നാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് അടുത്ത പാട്ടിലേക്ക് പോകാം. ഏറ്റവും കിടിലനായിട്ടുള്ള ഇൻട്രോ ഈ സിനിമയിൽ കിട്ടിയിട്ടുള്ളത് നമ്മളുടെ ഷാജി പാപ്പനോ അല്ലെങ്കിൽ അബുവിനോ അല്ലെങ്കിൽ ശശി ആശാനോ ഒന്നുമല്ല, പകരം നമ്മുടെ സ്വന്തം സാത്താൻ സേവിയറിനാണ്. സേവിയറിന്റെ ഇൻട്രോ നിങ്ങളൊന്ന് നോക്കി വെച്ചോ, നിങ്ങൾക്ക് രോമാഞ്ചം വന്നിരിക്കും. അതും എൻ്റെ ഗ്യാരണ്ടി. ഇനി ഈ സിനിമയിൽ കാര്യമായിട്ട് ഒട്ടും ഇമ്പാക്ട് ഉണ്ടാക്കാതെ പോയ ഒരാളെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അജു വർഗീസിന്റെ പേര് തന്നെ പറയണം. കാരണം അജു വർഗീസ് ഈ സിനിമയ്ക്കകത്തുണ്ട്. പക്ഷെ പുള്ളി എന്തിനാണ് ഈ സിനിമയ്ക്കകത്ത്? പുള്ളിക്ക് കാര്യമായിട്ട് ഒന്നും ചെയ്യാനല്ല. കാര്യമായിട്ടുള്ള രസകരമായിട്ടുള്ള സീനുകളിലൊന്നും പുള്ളിയുടെ പ്രസൻസും ഇല്ല. പുള്ളിയുള്ള സീനുകളിനകത്ത് പുള്ളി കാര്യമായിട്ടൊന്നും അങ്ങോട്ട് ചെയ്യേണ്ടി വന്നിട്ടുമില്ല. അങ്ങനെ ഒരു നനഞ്ഞ പടക്കം പോലെയാണ് എനിക്ക് അജു വർഗീസിനെ ഈ സിനിമയിൽ തോന്നിയിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ ആളുകളും സ്റ്റാർട്ടിങ് ഫ്രം ജയസൂര്യ, ഇന്ദ്രൻസ്, നമ്മുടെ സ്വന്തം സൈജു കുറുപ്പ്, വിജയ് ബാബു, സണ്ണി വെയിൻ, ഇവരൊക്കെ നല്ല ഗംഭീരമായിട്ട് തന്നെ ഈ സിനിമയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല ഗംഭീര കൗണ്ടറുകൾ ചവറ കിടപ്പുള്ളതുകൊണ്ട് തന്നെ തിയേറ്ററിൽ ചിരിച്ചു മറിയാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഇതിന്റെ മേക്കേഴ്സ് നമുക്കായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്നതാണ് നമ്മുടെ വീഡിയോയുടെ ഏറ്റവും വലിയ കാതലായിട്ടുള്ള വശം. ഈ സിനിമയിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ആളാരാണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അലയ്യ ബോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോറിൻ ആക്ട്രസ് ആണ്, ഒരു പാർക്കോർ സ്പെഷ്യലിസ്റ്റ് ആണ്. പുള്ളിക്കാരിയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു. കാരണം ഈ പടത്തിന് ഒരു ഇന്റർനാഷണൽ അപ്പീൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് പുള്ളിക്കാരിയാണ്. അത് പുള്ളിക്കാരി ഒരു ഫോറിനർ ആയതുകൊണ്ടല്ല. പുള്ളിക്കാരി ഈ പടത്തിൽ കാഴ്ചവെച്ചിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ഗംഭീരമായിട്ടുള്ള ആക്ഷൻ സീക്വൻസസ് ആണ്. ഈ പടം കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഇറങ്ങിയിട്ട് പുള്ളിക്കാരി ആരാണെന്ന് തപ്പി അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിൽ പുള്ളിക്കാരിക്ക് ഒരു ഓൾ ദ ബെസ്റ്റും കൂടെ അയച്ചിട്ടുണ്ട്. ഐ വാസ് സൂപ്പർ ഫാസിനേറ്റഡ് വിത്ത് ഹർ പെർഫോമൻസ്. അലയ്യ ബോൺ സ്റ്റോൾ ദ ഷോ. ഈ പടത്തിന്റെ എക്സ് ഫാക്ടർ പുള്ളിക്കാരി തന്നെയാണ്. അപ്പൊ ഏകദേശം 2.25 മണിക്കൂറുള്ള ഒരു കംപ്ലീറ്റ് എന്റർടൈനറുമായിട്ടാണ് ഷാജി പാപ്പനും കൂട്ടരും ഇത്തവണ വന്നിട്ടുള്ളത്. ഷുവർ ഷോട്ട് ബെറ്റ് ആണ്, ഈ പടം നല്ല ഗംഭീരമായിട്ട് ബോക്സ് ഓഫീസിൽ വർക്കാവും. ദുരന്തരല്ല, ഏത് സിനിമ കോമ്പറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാലും മലയാളം സിനിമയിൽ ഈ വർഷത്തെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹിറ്റ്സ് ആയിട്ട് ഷാജി പാപ്പനും കൂട്ടരും ആട് 3 റൂൾ ചെയ്യും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ദാറ്റ്സ് ഓൾ ഫ്രം ജോട്ട് SPK. ബൈ.